ഇന്ന് നമ്മൾ പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇതിനകത്ത് പഞ്ചസാരയോ ശർക്കരയോ എസൻസോ ക്രീമോ മൈദയോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. നന്നായിട്ട് പഴുത്ത കിളിച്ചുണ്ടൻ മാമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ നമ്മുടെ വീട്ടിലെ പറമ്പിൽ തന്നെ ഉണ്ടായ മാവിലുണ്ടായ മാങ്ങയാണ്. നല്ല ദശക്കട്ടിയുള്ള മാങ്ങയാണ്. അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റും മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ചെത്തി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത മാങ്ങ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഞുറുക്കിയെടുക്കണേ. അപ്പോൾ ഈ മാവിൽ ആ മാങ്ങ പിടിച്ച് കിടക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. കാരണം അതിന് നല്ലൊരു കളറാണ് ആ മാങ്ങയ്ക്കുള്ളത്. അത് ഈ മാങ്ങ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവിൽ നിന്ന് തന്നെ പഴുത്ത് കിട്ടിയ മാമ്പഴമാണ് ഇന്ന് ഐസ്ക്രീമിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കണേ. ആ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്ത മാങ്ങ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം, അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്ത മാങ്ങ ഞാനൊരു അരക്കപ്പ് ബദാം എടുത്തിട്ടുണ്ട്, ഒരു 12 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, അരക്കപ്പ് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ മില്ലറ്റ്, അപ്പോൾ ഇതൊരു ബജ്ര വറുത്ത് പൊടിച്ചെടുത്തതാണ്. നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുത്തതാണ് മില്ലറ്റ്. അപ്പോൾ മില്ലറ്റ് ആകുമ്പോൾ നമുക്ക് ഇത്തിരി ഹെൽത്തിയുമാണ്. അത്യാവശ്യം മാമ്പഴത്തിൻ്റെ മധുരവും ഈന്തപ്പഴത്തിൻ്റെ മധുരം ഉള്ളതുകൊണ്ട് ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഒരു അരക്കപ്പ് പാലും കൂടെ നന്നായിട്ട് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം ഈ അണ്ടിപ്പരിപ്പ് പിന്നെ നമ്മുടെ ബദാം തൊലിയെല്ലാം കളഞ്ഞ് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം എടുത്തതാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ്, ബദാം, ഈന്തപ്പഴം കുരു കളഞ്ഞെടുത്ത് വെക്കണം. ഇതെല്ലാം കൂടെ ആ പാലിൽ ഒന്ന് സോക്ക് ചെയ്ത് നന്നായിട്ടൊന്ന് കുതിർത്ത് എടുക്കണം. കുറച്ച് നേരം വെച്ചേക്കണേ. അതിനുശേഷം നമ്മളത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നോക്കി ഇതേപോലെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ നട്ട്സും എല്ലാം ചേരുന്നുണ്ട്. അതൊക്കെ ചേരുന്നത് കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും ഇതിൽ നമ്മൾ ചേർക്കുന്നുമില്ല. നോക്കിക്കേ, ആ മിക്സ് ചെയ്തെടുത്ത മാവാണ് ഇത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ആ മില്ലറ്റിൻ്റെ പൊടി, ഞാനൊരു ചെറിയ സ്പൂണ് 3 സ്പൂണ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കും. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരച്ച് വെച്ച മാങ്ങ അതും കൂടെ നമ്മൾ ഇതിലേക്ക്, മാങ്ങയുടെ പൾപ്പ് അരച്ച് വെച്ചത് അതും കൂടെ നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് എടുത്ത് വെച്ചതാണ് ഇത്. നോക്കിക്കേ, ശരിക്കും നമ്മുടെ ആ മാമ്പഴത്തിൻ്റെ മഞ്ഞ കളറൊന്നും നമുക്ക് കിട്ടുന്നില്ല ഇങ്ങനെ എടുത്തിട്ട്. പാലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേരുന്നത് കൊണ്ടായിരിക്കും അത്രയും മഞ്ഞ കളർ കിട്ടാത്തത്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് മധുരം ഇഷ്ടമുള്ളതാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര പൊടിച്ചത്, ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. പഞ്ചസാര ചേർക്കാതെ എടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഈന്തപ്പഴത്തിൻ്റെ അളവ് ഇച്ചിരി കൂട്ടിയെടുത്താലും മതി. തൊടിയിലെ തേന്മാവിൻ കൊമ്പിലായി പച്ചപ്പട്ടുടുപ്പിൻ ചോപ്പണിഞ്ഞു